എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഓഷ്യൻ കറൻസ് എന്ന ഗജഗംഭീര ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ട് നമുക്ക് കിട്ടും. അതിപ്പോൾ ഏതൊരു എക്സാം ആയാലും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കുക, എന്താണ് ഈ സമുദ്രജല പ്രവാഹം എന്ന് ചോദിച്ചാൽ സമുദ്രജല പ്രവാഹം ഇത്രയേ ഉള്ളൂ. തുടർച്ചയായി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. സോ ഡെഫിനേഷൻ പറഞ്ഞേ, തുടർച്ചയായി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരത്തെയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ സമുദ്രജല പ്രവാഹങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് ഉഷ്ണജല പ്രവാഹം, രണ്ടാമത്തേത് ശീതജല പ്രവാഹം. അങ്ങനെ സമുദ്രജല പ്രവാഹങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഉഷ്ണജല പ്രവാഹമെന്നും ശീതജല പ്രവാഹമെന്നും രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് സങ്കല്പിക്കുക, എന്താണ് ഉഷ്ണജല പ്രവാഹം, എന്താണ് ശീതജല പ്രവാഹം എന്ന് ചോദിച്ചാൽ നോക്കി, ഇവിടെ ഈ കാണുന്നത് സൂര്യനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് ആരാണിത്? സൂര്യനാണെന്ന് എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം അറിയാമെന്നുള്ള ബേസിക് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. ഈ സൂര്യനുമായിട്ട് അടുക്കും തോറും ഭൂമിയിൽ എന്ത് ചെയ്യും? ചൂട് കൂടും. എന്നാൽ സൂര്യനിൽ നിന്ന് അകലും തോറും എന്ത് ചെയ്യുന്നു? ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? സൂര്യനുമായിട്ട് അടുക്കും തോറും ചൂട് കൂടുന്നു, എന്നാൽ സൂര്യനിൽ നിന്ന് അകലും തോറും എന്ത് ചെയ്യുന്നു? ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്കുക, ഞാൻ ഇവിടെ ഈ വരച്ചേക്കുന്ന ഈ അക്ഷാംശം ഇത് ഭൂമധ്യരേഖയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ അക്ഷാംശം ഇത് ഇക്വേറ്റർ ആണെന്ന് സങ്കല്പിക്കാം. ഭൂമധ്യരേഖയാണ്. ഇവിടെ നോർത്ത് പോളാണ്, ഇവിടെ സൗത്ത് പോളാണ്. അപ്പോൾ നോക്കി, ഭൂമിയിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാണ്? അത് ഭൂമധ്യരേഖാ പ്രദേശമാണ്. കാരണം സൂര്യന്റെ ഏറ്റവും അടുത്തായി നിൽക്കുന്ന ഭൂമിയിലെ പ്രദേശം ഭൂമധ്യരേഖാ പ്രദേശമാണ്. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങൾ എന്ത് വെള്ളമായിരിക്കും കൊണ്ടുപോകുന്നത്? ചൂട് വെള്ളമായിരിക്കും കൊണ്ടുപോകുന്നത്. കാര്യം ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഈ ഭൂമധ്യരേഖാ പ്രദേശമാണ്. അവിടെയുള്ള വെള്ളവും എന്തായി കിടക്കും? ചൂടായിട്ട് കിടക്കും. സോ ഭൂമധ്യരേഖാ പ്രദേശം എടുത്താലും, ഈ കാണുന്ന ഈ ഉപോഷ്ണ മേഖലാ പ്രദേശം എടുത്താലും ഇവിടെയുള്ള വെള്ളം മൊത്തം എന്തായിട്ട് കിടക്കുകയായിരിക്കും? ചൂടായിട്ട് കിടക്കുകയായിരിക്കും. സോ ഈ വെള്ളം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് വെള്ളം തന്നെയാണ്? ചൂടുവെള്ളം തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവയെ നമുക്ക് എന്ത് പറയാം? ഉഷ്ണജല പ്രവാഹം എന്ന് പറയാം. സോ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളെ നമുക്ക് ഉഷ്ണജല പ്രവാഹം എന്ന് പറയാം. എന്നാൽ നോക്കുക, ഭൂമിയിലെ ഏറ്റവും തണുത്ത പ്രദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ധ്രുവങ്ങളാണ്, അല്ലെ? ഭൂമിയിലെ ഏറ്റവും തണുത്ത പ്രദേശം വന്നിട്ട് ധ്രുവങ്ങളാണ്. അതിന് താഴെയുള്ള ഉപധ്രുവീയ പ്രദേശവും എന്ത് തന്നെയാണ്? തണുപ്പ് തന്നെയാണ്. സോ ഇവിടെ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വരുന്ന സമുദ്രജല പ്രവാഹങ്ങൾ എന്ത് വെള്ളമായിരിക്കും കൊണ്ടുവരുന്നത്? തണുത്ത വെള്ളമായിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ശീതജല പ്രവാഹം എന്ന് പറയാം. അപ്പോൾ എന്താ ശീതജല പ്രവാഹം? ധ്രുവ പ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഉപധ്രുവീയ പ്രദേശത്ത് നിന്നോ ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, പോളാർ റീജിയനിൽ നിന്നോ സബ്പോളാർ റീജിയനിൽ നിന്നോ ഇക്വേറ്ററിലേക്ക് വരുന്ന സമുദ്രജല പ്രവാഹങ്ങളെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ശീതജല പ്രവാഹം എന്ന് പറയാം. ക്ലിയർ ആണ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സമുദ്രജല പ്രവാഹം. സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ഉഷ്ണജല പ്രവാഹം, ശീതജല പ്രവാഹം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊരു ഡെഫിനേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സമുദ്രജല പ്രവാഹം എന്നാൽ തുടർച്ചയായി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നു. ദെൻ സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ഉഷ്ണജല പ്രവാഹം, ശീതജല പ്രവാഹം. ദെൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളെ ഉഷ്ണജല പ്രവാഹം എന്നറിയപ്പെടുന്നു. എന്നാൽ ധ്രുവപ്രദേശത്ത് നിന്നോ ഉപധ്രുവീയ പ്രദേശത്ത് നിന്നോ ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളെ എന്ത് പറയുന്നു? ശീതജല പ്രവാഹം എന്ന് പറയുന്നു. ക്ലിയർ ആണ്? ഓക്കെ, ഇനി നോക്കാം. ഈ കാണുന്നത് നമ്മുടെ ഭൂമിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പൊ ഫസ്റ്റ് ഈ ഭൂമധ്യരേഖയോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഈ സമുദ്രജല പ്രവാഹങ്ങൾ നോക്കി. ഈ ഭൂമധ്യരേഖയോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഈ സമുദ്രജല പ്രവാഹങ്ങളെ നമുക്ക് മധ്യരേഖാ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ കറൻസ് എന്ന് പറയാം. സോ ഭൂമധ്യരേഖയോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഈ സമുദ്രജല പ്രവാഹങ്ങളെയാണ് മധ്യരേഖാ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ കറൻസ് എന്ന് പറയുന്നത്. ഇക്വിറ്റോറിയൽ കറൻസ് അല്ലെങ്കിൽ മധ്യരേഖാ പ്രവാഹങ്ങൾ. ഈ മധ്യരേഖാ പ്രവാഹങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു.
മധ്യരേഖാ പ്രവാഹങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഉത്തരാർദ്ധ ഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ഉത്തര മധ്യരേഖാ പ്രവാഹമെന്നും അതേസമയം ദക്ഷിണാർദ്ധ ഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹമെന്നും അറിയപ്പെടുന്നു. ഓക്കെ, സോ ഭൂമധ്യരേഖയോട് ചേർന്ന് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് മധ്യരേഖാ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ കറൻസ്. ഈ മധ്യരേഖാ പ്രവാഹങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഉത്തരാർദ്ധ ഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ഉത്തര മധ്യരേഖാ പ്രവാഹം അല്ലെങ്കിൽ നോർത്ത് ഇക്വറ്റോറിയൽ കറൻസ് എന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അല്ലെങ്കിൽ സൗത്ത് ഇക്വറ്റോറിയൽ കറൻസ് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണ്. ഇനി നോക്കുക, ഈ മധ്യരേഖാ പ്രവാഹങ്ങളുടെ സഞ്ചാര ദിശ നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യരേഖാ പ്രവാഹങ്ങളുടെ സഞ്ചാര ദിശ ഇവ ഈസ്റ്റിൽ നിന്ന് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? വെസ്റ്റിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മധ്യരേഖാ പ്രവാഹങ്ങളുടെ സഞ്ചാര ദിശ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് അവ സഞ്ചരിക്കുന്നത്. മാത്രമല്ല, ഈ മധ്യരേഖാ പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഒരു കാറ്റുണ്ട്. മധ്യരേഖാ പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഈ കാറ്റ് അറിയപ്പെടുന്ന പേരാണ് വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നു. വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് 30 ഡിഗ്രിയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ വാണിജ്യവാദങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ വാണിജ്യവാദങ്ങളാണ് ആർക്ക് രൂപം കൊടുക്കുന്നത്? മധ്യരേഖാ പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. ക്ലിയർ ആണ്. സോ മധ്യരേഖാ പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ്. ഇനി നെക്സ്റ്റ് മനസ്സിലാക്കുക, ഈ മധ്യരേഖാ പ്രവാഹങ്ങൾ കരഭാഗത്ത് തട്ടിയിട്ട് മധ്യരേഖാ പ്രവാഹങ്ങൾ ഇങ്ങനെ കരഭാഗത്ത് തട്ടിയിട്ട് അതേ ദിശയിൽ തിരിച്ച് സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മധ്യരേഖ പ്രതിപ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നു. സോ മധ്യരേഖാ പ്രവാഹങ്ങൾ കരഭാഗത്ത് തട്ടിയിട്ട് എതിർ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മധ്യരേഖ പ്രതിപ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ കൗണ്ടർ കറൻസ് എന്ന് അറിയപ്പെടുന്നു. ഈ മധ്യരേഖ പ്രതിപ്രവാഹങ്ങളെയും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഉത്തരാർദ്ധ ഗോളത്തിലെ മധ്യരേഖ പ്രതിപ്രവാഹങ്ങളെ ഉത്തര മധ്യരേഖ പ്രതിപ്രവാഹമെന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലെ മധ്യരേഖ പ്രവാഹങ്ങളെ മധ്യരേഖ പ്രതിപ്രവാഹങ്ങളെ ദക്ഷിണ മധ്യരേഖ പ്രതിപ്രവാഹമെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ മധ്യരേഖ പ്രതിപ്രവാഹങ്ങളും എത്രയായി തിരിച്ചിരിക്കുന്നു? രണ്ടായി തിരിച്ചിരിക്കുന്നു. നോർത്ത് ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ട് എന്നും സൗത്ത് ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ട് എന്നുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി നോക്കി, ഇങ്ങനെ ഒരു സമുദ്രജല പ്രവാഹം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓഷൻ കറണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ഓഷൻ കറണ്ടിന്റെ പ്രത്യേകത, ഇവനാണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹം. ഇവനാണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹം. അന്റാർട്ടിക്ക ഇങ്ങനെ ഒരു തടസ്സവും ഇല്ലാതെ ചുറ്റി ചുറ്റി കറങ്ങി വരുന്ന ഇവന്റെ പേരാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ്. അന്റാർട്ടിക്കയെ ചുറ്റി വരുന്നത് കൊണ്ട് തന്നെ ഇവന് നമുക്ക് എന്ത് പറയാം? അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് എന്ന് പറയാം. അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്. ഈ അന്റാർട്ടിക് സർക്കം പോളാർ കറന്റിന് രൂപം കൊടുക്കുന്ന കാറ്റ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങളാണ്. അന്റാർട്ടിക് സർക്കം പോളാർ കറന്റിന് രൂപം കൊടുക്കുന്ന കാറ്റ് സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസ് ആണ്. സോ വെസ്റ്റ് വിൻഡ് രൂപം കൊടുക്കുന്നത് കൊണ്ട് തന്നെ, വെസ്റ്റ് വിൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ പഠിക്കും, അലറുന്ന 40-കൾ, കടോരമായ 50-കൾ, അലമുറയിടുന്ന 60-കൾ തുടങ്ങിയ ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങളാണ് ആർക്ക് രൂപം കൊടുക്കുന്നത്? ഈ അന്റാർട്ടിക് സർക്കം പോളാർ കറന്റിന് രൂപം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നും അറിയപ്പെടുന്നു. വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നും എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹമാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ്. ഈ അന്റാർട്ടിക് സർക്കം പോളാർ കറന്റിന് രൂപം കൊടുക്കുന്ന കാറ്റ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് മനസ്സിലാക്കാം. നമ്മുടെ ഭൂമിയിലാകെ 5 മഹാസമുദ്രങ്ങളാണ് ആകെ ഉള്ളത്. നമ്മുടെ ഭൂമിയിലാകെ 5 മഹാസമുദ്രങ്ങളുണ്ട്. ഈ 5 മഹാസമുദ്രങ്ങളെ വലിപ്പം അനുസരിച്ച് പഠിക്കാനുള്ള കോഡാണ് പൈസ. 5 മഹാസമുദ്രങ്ങളെ വലിപ്പം അനുസരിച്ച് പഠിക്കാനുള്ള കോഡ് എന്താണ്? പൈസയാണ്. അപ്പൊ ഇതിനകത്ത് പി എന്തിനെ സൂചിപ്പിക്കുന്നു? പസഫിക്കിനെ സൂചിപ്പിക്കുന്നു. എ ആണെങ്കിലോ എ വന്നിട്ട് അറ്റ്ലാന്റിക്കിനെ സൂചിപ്പിക്കുന്നു. ഐ ആണെങ്കിൽ ഐ ഇന്ത്യൻ ഓഷനെ സൂചിപ്പിക്കുന്നു. ഐ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്ത്യൻ ഓഷനെ സൂചിപ്പിക്കുന്നു. എസ് ആണെങ്കിൽ സദേൺ ഓഷൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രത്തെ സൂചിപ്പിക്കുന്നു. എ ആണെങ്കിൽ ആർട്ടിക് ഓഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭൂമിയിലാകെ 5 മഹാസമുദ്രങ്ങൾ. ഇവ വലിപ്പം അനുസരിച്ച് പഠിക്കാനുള്ള കോഡാണ് പൈസ. മനസ്സിലാക്കുക, ഇതിൽ ഏറ്റവും വലിയ സമുദ്രം ആരാണ്? പസഫിക് ആണ്. ഏറ്റവും വലിയ സമുദ്രം പസഫിക് ആണ്. ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് ആണ്. ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നതും എവിടെയാണ്? പസഫിക്കിലാണ്. അത് കഴിഞ്ഞ രണ്ടാമത്തെ സമുദ്രം, ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രം അറ്റ്ലാന്റിക് ആണ്.
മൂന്നാമത്തേത് ഇന്ത്യൻ. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് ഓഷൻ ആണ്. ഓക്കെ, ആർട്ടിക് ഓഷൻ. സോ പസഫിക്കിന്റെ ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ പസഫിക്കിന്റെ ഷേപ്പ് ട്രയാങ്കിൾ ആണ്. അറ്റ്ലാന്റിക്കിന്റെ ഷേപ്പ് ആണെങ്കിൽ എസ് ആണ്. ഓക്കെ, എസ് ആണ് അറ്റ്ലാന്റിക്കിന്റെ ഷേപ്പ്. ഇന്ത്യൻ ഓഷന്റെ ഷേപ്പ് എം ഷേപ്പ് ആണ്. ഇന്ത്യൻ ഓഷന്റെ ഷേപ്പ് വന്നിട്ട് എം ഷേപ്പ് ആണ്. സതേൺ ഓഷന് ഷേപ്പ് ഒന്നും തന്നെ ഇല്ല. ആർട്ടിക് ഓഷന്റെ ഷേപ്പ് ഡി ഷേപ്പ്, അല്ലെങ്കിൽ ഏറ്റവും മേളിലല്ലേ ഡി ഷേപ്പ്, അല്ലെങ്കിൽ ഒരു സർക്കുലാർ ഷേപ്പാണ് ആർക്ക് വരുന്നത്? ആർട്ടിക് ഓഷന് വരുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമിയിലാകെ 5 മഹാസമുദ്രങ്ങൾ. ഈ സമുദ്രങ്ങളെ നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ദാ ഈ കാണുന്ന ഈ ഓഷൻ വന്നിട്ട് ദാ ഇവിടെ ഈ കാണുന്ന ഈ ഓഷൻ ഇത് പസഫിക് ആണ്. ഇവിടെയും പസഫിക് ആണ്, ഇവിടെയും പസഫിക് ആണ്. കാരണം ഒരു മാപ്പിനെ ഗ്ലോബ് ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2 ഭാഗങ്ങളും ഒന്നായിട്ട് മാറും അല്ലെ? അപ്പോൾ ഇവിടെയും പസഫിക് ആണ്, ഇവിടെയും പസഫിക് ആണ്. ദാ ഈ കാണുന്ന ഈ സമുദ്രം എക്സിന്റെ ഷേപ്പിലുള്ള ഈ സമുദ്രം ഇത് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അറ്റ്ലാന്റിക് ഓഷൻ. അടുത്ത എമ്മിന്റെ ഷേപ്പിലുള്ള ഈ സമുദ്രം നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ ഓഷൻ ആണ്. ഓക്കെ, ഇന്ത്യൻ ഓഷൻ. താഴെയാണെങ്കിലോ ഈ കാണുന്നത് സതേൺ ഓഷൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം എന്ന് പറയും. മുകളിൽ കാണുന്നത് ആർട്ടിക് ഓഷൻ ആണ്, ആർട്ടിക് സമുദ്രം. അങ്ങനെ നമ്മുടെ ഭൂമിയിലാകെ എത്ര മഹാസമുദ്രങ്ങളുണ്ട്? 5 മഹാസമുദ്രങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കും. നമുക്ക് ഓരോ സമുദ്രമായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പസഫിക് ഓഷൻ ആണ്. ആദ്യം നോക്കാൻ പോകുന്നത് പസഫിക് ഓഷനിലെ ഓഷൻ കറൻസ് ഏതൊക്കെയാണ്? പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. സോ നോക്കാം. ആദ്യം ഈ ഉത്തര മധ്യരേഖാ പ്രവാഹം ദാ ഈ കാണുന്ന ഈ ബോർണിയോ എന്ന ഈ ഐലൻഡിലൊക്കെ തട്ടിയിട്ട്, ബോർണിയോയുടെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഏത്? ബോർണിയോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഐലൻഡാണ് ബോർണിയോ. മാത്രമല്ല ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപും ഏത് തന്നെയാണ്? ബോർണിയോ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപ്, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപൊക്കെ ആരാണ്? ബോർണിയോ ആണ്. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്ത് ആദ്യം വരുന്നത് ഇന്തോനേഷ്യക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കാം, ഈ ബോർണിയോയും ഇന്തോനേഷ്യയുടെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇന്തോനേഷ്യയുടെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം അല്ലെങ്കിൽ ആർക്കിപ്പെലാഗോ ദ്വീപ സമൂഹം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം അത് ഇന്തോനേഷ്യയാണ്. പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ബോർണിയോ ആണ്. ഓക്കെ, ബോർണിയോ. അപ്പോൾ ഈ ഉത്തര മധ്യരേഖാ പ്രവാഹം ബോർണിയോയിലൊക്കെ തട്ടിയിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നേരെ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഇതിൻ്റെ ഒരു ഭാഗം പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോകുന്ന ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം. ബോർണിയോ പോലെയുള്ള ദ്വീപുകളിൽ തട്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് പോകും. ആ മുകളിലേക്ക് പോകുന്ന ആ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് കുറോഷിയോ എന്ന് അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? കുറോഷിയോ എന്നറിയപ്പെടുന്നു. കുറോഷിയോ. ഓക്കെ, കുറോഷിയോ. കുറേഷ്യോ അല്ല, കുറോഷിയോ. ഈ കുറോഷിയോ നോക്കി, ഇത് ജപ്പാനാണ്. ജപ്പാനോട് ചേർന്നാണ് കുറോഷിയോ സഞ്ചരിക്കുന്നത്. സോ ജപ്പാനോട് ചേർന്ന് കുറോഷിയോ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുറോഷിയോ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്നറിയപ്പെടുന്നു? ജപ്പാൻ പ്രവാഹം അല്ലെങ്കിൽ ജപ്പാൻ കറണ്ട് എന്നും അറിയപ്പെടുന്നു. ഈ ഭാഗത്ത് കറുത്ത നിറത്തിലൊരു ആൽഗയുണ്ട്. ആ കറുത്ത നിറത്തിലുള്ള ആൽഗയും കൊണ്ടാണ് കുറോഷിയോ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവൻ്റെ നിറം എന്തായിട്ട് മാറും? കറുപ്പായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കുറോഷിയോ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലാക്ക് കറണ്ട് എന്നും അറിയപ്പെടുന്നു. കുറോഷിയോ അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്ലാക്ക് കറണ്ട് എന്നും അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ബ്ലാക്ക് കറണ്ട് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണ്. ഇനി മനസ്സിലാക്കുക, ഈ കുറോഷിയോയിൽ നിന്ന് ഒരു സമുദ്രജല പ്രവാഹം ഇങ്ങനെ വേർപെട്ടു പോകും. കുറോഷിയോയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് സുഷിമ എന്നൊക്കെ അറിയപ്പെടുന്നു. സുഷിമ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സുഷിമ. ഓക്കെ, സുഷിമ. കുറോഷിയോയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് സുഷിമ. TSUSHIMA. സുഷിമ എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ കുറോഷിയോ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ നിന്ന് ഒരു ശീതജല പ്രവാഹം പതുക്കെ താഴേക്ക് വരും. മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ശീതജല പ്രവാഹം പതുക്കെ താഴേക്ക് വരും. വരുന്ന ആ ശീതജല പ്രവാഹത്തിന്റെ പേരാണ് ഒയാഷിയോ. വരുന്ന ആ ശീതജല പ്രവാഹത്തിന്റെ പേരെന്താണ്? ഒയാഷിയോ. ഓക്കെ, ഒയാഷിയോ. ദെൻ ആ ഭാഗത്ത് ഉള്ള ദ്വീപുകളെയാണ് നമ്മൾ ക്യുരിൽ ദ്വീപുകൾ എന്നൊക്കെ പറയുന്നത്. സോ ക്യുരിൽ ദ്വീപുകളോട് ചേർന്നാണ് ഒയാഷിയോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒയാഷിയോ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്നും അറിയപ്പെടുന്നു? ക്യുരിൽ പ്രവാഹം എന്നും അറിയപ്പെടുന്നു. ക്യുരിൽ പ്രവാഹം. ഓക്കെ, ക്യുരിൽ പ്രവാഹം. അങ്ങനെ നോക്കുക, താഴെ നിന്ന് കുറോഷിയോ മുകളിലേക്ക് പോകുന്നു. മുകളിൽ നിന്ന് ഒയാഷിയോ താഴേക്ക് വരുന്നു. കുറോഷിയോ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. പക്ഷേ ഒയാഷിയോ ഒരു ശീതജല പ്രവാഹമാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഉഷ്ണജല പ്രവാഹവും ഒരു ശീതജല പ്രവാഹവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ കാലാവസ്ഥ മത്സ്യങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്.
ആ കാലാവസ്ഥ മത്സ്യങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ ഒരുപാട് മത്സ്യങ്ങൾ വന്നു ചേരാം. അങ്ങനെ മത്സ്യങ്ങൾ വന്നു ചേരുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഫിഷിംഗ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഫിഷിംഗ് ഗ്രൗണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ജപ്പാനോട് ചേർന്ന് എന്ത് രൂപം കൊള്ളും? ഒരു ഫിഷിംഗ് ഗ്രൗണ്ട് രൂപം കൊള്ളും. അവിടെ ഒരു ഫിഷിംഗ് ഗ്രൗണ്ടിന് രൂപം കൊടുത്ത ശേഷം കുറോഷ്യോ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകും. ഫിഷിംഗ് ഗ്രൗണ്ടിന് രൂപം കൊടുത്ത ശേഷം കുറോഷ്യോ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ അവൻ പസഫിക്കിന്റെ നോർത്തേൺ റീജിയനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ അറിയപ്പെടുന്ന പേരാണ് നോർത്ത് പസഫിക് കറണ്ട് അല്ലെങ്കിൽ ഉത്തര പസഫിക് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. നോർത്ത് പസഫിക് കറണ്ട് അല്ലെങ്കിൽ എന്തെന്നറിയപ്പെടുന്നു? ഉത്തര പസഫിക് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. അവിടെ ഭൂമി അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ അവസാനിക്കുന്നില്ല. അവിടെ അവസാനിക്കുന്നത് തിരിച്ച് എവിടെ ആരംഭിച്ചു വരും? അവിടെ അവസാനിക്കുന്നത് തിരിച്ച് ഇവിടെ ഇങ്ങനെ ആരംഭിച്ചു വരും. അങ്ങനെ ഈ സമുദ്രജല പ്രവാഹത്തിന്റെ പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ഉത്തര പസഫിക് പ്രവാഹം അല്ലെങ്കിൽ നോർത്ത് പസഫിക് കറണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ നോർത്ത് പസഫിക് കറണ്ട് നേരെ പോയിട്ട് ആരുമായി കൂട്ടിമുട്ടും? നോർത്ത് പസഫിക് കറണ്ട് നേരെ പോയിട്ട് നോർത്ത് അമേരിക്കയുമായിട്ട് കൂട്ടിമുട്ടും. നോർത്ത് അമേരിക്കയുമായി കൂട്ടിമുട്ടിയിട്ട് ആ ഒരു ഫോഴ്സിൽ ഇവൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ആ ഒരു ഫോഴ്സിൽ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് കറങ്ങി മുകളിലേക്ക് പോകും, ഒന്ന് കറങ്ങി പതുക്കെ താഴേക്ക് വരും. ഇങ്ങനെ താഴേക്ക് വരും. സോ മുകളിലേക്ക് പോകുന്ന ഈ സമുദ്രജല പ്രവാഹം നോക്കി, ഈ കാണുന്ന ഈ പ്രദേശമാണ് അലാസ്ക. പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്ന പ്രദേശമായ അലാസ്ക, പിന്നീട് റഷ്യ അമേരിക്കയ്ക്ക് വിറ്റ പ്രദേശമായ അലാസ്ക. അപ്പൊ ഈ പോകുന്ന ഈ സമുദ്രജല പ്രവാഹം അലാസ്കയോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത്. സോ അലാസ്കയോട് ചേർന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? അലാസ്കൻ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. അലാസ്കൻ പ്രവാഹം. ഒന്ന് പതുക്കെ കറങ്ങി താഴേക്ക് വന്നിട്ട് ഈ കാണുന്ന ഈ ഗൾഫിന്റെ പേരാണ് ഗൾഫ് ഓഫ് കാലിഫോർണിയ. കണ്ടോ, ഈ കാണുന്ന ഈ ഗൾഫാണ് ഗൾഫ് ഓഫ് കാലിഫോർണിയ. ഈ ഗൾഫ് ഓഫ് കാലിഫോർണിയ ചുറ്റി താഴേക്ക് വരും. സോ ഗൾഫ് ഓഫ് കാലിഫോർണിയ ചുറ്റി താഴേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവൻ അറിയപ്പെടുന്ന പേരാണ് ഗൾഫ് ഓഫ് കാലിഫോർണിയ ചുറ്റി താഴേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവൻ അറിയപ്പെടുന്ന പേരാണ് കാലിഫോർണിയൻ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. കാലിഫോർണിയൻ പ്രവാഹം. അങ്ങനെ നോർത്ത് പസഫിക് കറണ്ട് നേരെ നോർത്ത് അമേരിക്കയിൽ പോയി ടച്ച് ചെയ്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് അലാസ്കൻ പ്രവാഹം, രണ്ടാമത്തേത് കാലിഫോർണിയൻ പ്രവാഹം. ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കുക. ഈ കാണുന്ന ഈ ദ്വീപ് നിങ്ങൾ കണ്ടായിരുന്നു? ഇവിടെ ഞാനൊന്ന് സൂം ചെയ്തു തരാം. ഈ കാണുന്ന ഈ ഐലൻഡ്, കഴ്സർ ഇരിക്കുന്നുണ്ടോ? ഈ കാണുന്ന ഈ ഐലൻഡ്, ഇതാണ് പാപ്പുവ ആൻഡ് ന്യൂ ഗിനിയ. സോ പാപ്പുവ ന്യൂ ഗിനിയുടെ പ്രത്യേകത, പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാപ്പുവ ന്യൂ ഗിനിയ. പസഫിക് ഓഷനിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാപ്പുവ ആൻഡ് ന്യൂ ഗിനിയ. ഈ വരുന്ന ഈ ദക്ഷിണ മധ്യരേഖ പ്രവാഹം പാപ്പുവ ആ ന്യൂ ഗിനിയിൽ തട്ടിയിട്ട്, അതിൻ്റെ ഒരു ഭാഗം പതുക്കെ താഴേക്ക് വരും. ഓക്കെ, പാപ്പുവ ന്യൂ ഗിനിയിൽ തട്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം പതുക്കെ ഇങ്ങനെ താഴേക്ക് വരും. താഴേക്ക് വന്ന് നോക്കുക, താഴേക്ക് വരുന്ന ഈ സമുദ്രജല പ്രവാഹം ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ റീജിയനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ അറിയപ്പെടുന്ന പേരാണ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് അല്ലെങ്കിൽ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം എന്ന് അറിയപ്പെടുന്നത്. ഈ വരുന്ന ഈ സമുദ്രജല പ്രവാഹം ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ റീജിയനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അറിയപ്പെടുന്ന പേരാണ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് അല്ലെങ്കിൽ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ വരുന്ന ഈ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം നേരെ വന്ന് ആരുമായി കൂട്ടിമുട്ടും? അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടും. ഈ വരുന്ന ഈ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് നേരെ പോയിട്ട് അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായിട്ട് കൂട്ടിമുട്ടും. അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടിയിട്ട് ആ ഡ്രിഫ്റ്റിംഗ് ഫോഴ്സിൽ അവൻ കറങ്ങി എന്ത് ചെയ്യും? അവൻ കറങ്ങി മുകളിലേക്ക് പോകും. കാര്യം ഭൂമിയിലെ ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹമാണ് അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ട്. അപ്പോൾ അതിൽ തട്ടിയിട്ട് ആ ഡ്രിഫ്റ്റിംഗ് ഫോഴ്സിൽ അവൻ കറങ്ങി മുകളിലേക്ക് പോകും. അവിടെ ഭൂമി അവസാനിക്കുന്നില്ല. മാപ്പിൽ നോക്കുമ്പോൾ അവിടെ അവസാനിക്കുന്നത് തിരിച്ച് ഇവിടെ ഇങ്ങനെ ആരംഭിച്ച് വരും. ഓക്കെ, അപ്പോൾ അവൻ കറങ്ങി നേരെ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് നേരെ അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടിയിട്ട് ആ ഡ്രിഫ്റ്റിംഗ് ഫോഴ്സിൽ അവൻ കറങ്ങി പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പോൾ മുകളിലേക്ക് വരുന്ന ഈ സമുദ്രജല പ്രവാഹം സൗത്ത് അമേരിക്കയിലെ പെറുവിനോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത്. ഈ കാണുന്ന ഈ പ്രദേശമാണ് പെറു. സൗത്ത് അമേരിക്കയിലെ പെറുവിനോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? പെറു കറണ്ട് അല്ലെങ്കിൽ പെറു പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. ഈ പെറു പ്രവാഹത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച വ്യക്തിയാണ്.
പെറു പ്രവാഹത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പെറു പ്രവാഹത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം പെറു പ്രവാഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹംബോൾട്ട് പ്രവാഹം എന്നൊക്കെ അറിയപ്പെടുന്നു. ഹംബോൾട്ട് പ്രവാഹം. ഇവിടെ വെച്ച് നമുക്ക് ഈ എൽനിനോ ലാനിനോ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ ആ സമുദ്രജല പ്രവാഹത്തിന്റെ പേരാണ് പെറു പ്രവാഹം അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം എന്നറിയപ്പെടുന്നു. സോ ഇത്രയുമാണ് പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ നോക്കി, പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളാണ്: ഒന്ന് കുറോഷ്യോ. കുറോഷ്യ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജപ്പാൻ പ്രവാഹം, ബ്ലാക്ക് പ്രവാഹം. രണ്ട് സുഷിമ, രണ്ടാമത്തേത് സുഷിമ. മൂന്നാമത്തേത് ഒയാഷ്യോ അല്ലെങ്കിൽ ക്യുരിൽ പ്രവാഹം. ഒയാഷ്യോ അല്ലെങ്കിൽ ക്യുരിൽ പ്രവാഹം. 4 ഉത്തര പസഫിക് പ്രവാഹം, നാലാമത്തേത് ഉത്തര പസഫിക് പ്രവാഹം. അഞ്ചാമത്തേത് അലാസ്കൻ പ്രവാഹം. ആറാമത്തേത് കാലിഫോർണിയൻ പ്രവാഹം. 5 അലാസ്കൻ പ്രവാഹം, 6 കാലിഫോർണിയൻ പ്രവാഹം. 7 പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം. 8ാമത്തേത് പെറു പ്രവാഹം അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം. ഇത്രയുമാണ് പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ. ക്ലിയർ ആണ്? ഇനി നോക്കാം. ഫസ്റ്റ് വൺ, കുറോഷ്യോ. കുറോഷ്യ ഒരു ഉഷ്ണജല പ്രവാഹമാണോ ശീതജല പ്രവാഹമാണോ? കുറോഷ്യ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം അവൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? മേലിലോട്ട്, ധ്രുവങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറോഷ്യ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. നോക്കിയേ, സുഷിമയും എന്താണ്? ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം അവൻ എങ്ങോട്ട് പോകുന്നു? ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ഇനി അത് കഴിഞ്ഞ് ഒയാഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒയാഷ്യോ അല്ലെങ്കിൽ ക്യുരിൽ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷ്യോ അല്ലെങ്കിൽ ക്യുരിൽ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. കാരണം അവൻ ധ്രുവത്തിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? ഭൂമധ്യരേഖയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഒയാഷ്യോ അല്ലെങ്കിൽ ക്യുരിൽ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ഇനി ഉത്തര പസഫിക് പ്രവാഹം നോക്കുകയാണെങ്കിൽ, ഉത്തര പസഫിക് പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം അവൻ ഭൂമധ്യരേഖയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? മേലിലോട്ട്, ധ്രുവങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഉത്തര പസഫിക് പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. നെക്സ്റ്റ് വൺ, അലാസ്കൻ പ്രവാഹം നോക്കുകയാണെങ്കിൽ, അലാസ്കൻ പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം അലാസ്കൻ പ്രവാഹം എങ്ങോട്ടാണ് പോകുന്നത്? ധ്രുവങ്ങളിലേക്കാണ് പോകുന്നത്. അലാസ്കൻ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ഇനി കാലിഫോർണിയൻ പ്രവാഹം നോക്കുകയാണെങ്കിൽ, കാലിഫോർണിയൻ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. കാരണം അവൻ എങ്ങോട്ടാണ് വരുന്നത്? ഭൂമധ്യരേഖയിലേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാലിഫോർണിയൻ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ഓക്കെ, അപ്പോൾ കുറോഷ്യോ ഉഷ്ണം, സുഷിമ ഉഷ്ണം, ഒയാഷ്യോ ശീതം, ഉത്തര പസഫിക് പ്രവാഹം ഉഷ്ണം, അലാസ്കൻ പ്രവാഹം ഉഷ്ണം, കാലിഫോർണിയൻ പ്രവാഹം ഉഷ്ണം, ദെൻ പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം. ഈ പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം അവൻ ഭൂമധ്യരേഖയിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? താഴേക്ക്, ധ്രുവങ്ങളിലേക്ക് വരുന്നു. ധ്രുവം മുകളിൽ മാത്രമേ ഉള്ളൂ? അല്ല, താഴേക്കുണ്ട്. ഉത്തര ധ്രുവമുണ്ട്, ദക്ഷിണ ധ്രുവമുണ്ട്. അപ്പോൾ ഈ പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം അല്ലെങ്കിൽ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വരുന്നു. എന്നാൽ പെറു പ്രവാഹം നോക്കുകയാണെങ്കിൽ, പെറു പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. പെറു പ്രവാഹം എന്താണ്? ഒരു ശീതജല പ്രവാഹമാണ്. പെറു പ്രവാഹം ശീതജല പ്രവാഹമാണ്. ഇത്രയുമാണ് പസഫിക്കിലെ പ്രധാനപ്പെട്ട ഓഷൻ കറൻസ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അറ്റ്ലാന്റിക്കിലേക്ക് നമുക്ക് പോവാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ നോക്കാം, ഈ പോകുന്ന ഈ ഉത്തര മധ്യരേഖാ പ്രവാഹം സൗത്ത് അമേരിക്കയിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് പോകും. സോ ഉത്തര മധ്യരേഖാ പ്രവാഹം സൗത്ത് അമേരിക്കയിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് പോകും. ആ പോകുന്ന ആ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ഫ്ലോറിഡ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. കാര്യം ഫ്ലോറിഡയിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അറിയപ്പെടുന്ന പേരാണ് ഫ്ലോറിഡ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. സോ ഉത്തര മധ്യരേഖാ പ്രവാഹം സൗത്ത് അമേരിക്കയിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് പോകുന്നു. ആ മുകളിലേക്ക് പോകുന്ന സമുദ്രജല പ്രവാഹമാണ് ഫ്ലോറിഡ പ്രവാഹം. ഈ ഫ്ലോറിഡ പ്രവാഹം പോയിട്ട് നേരെ പോയി ആരെ ചുറ്റും? ഫ്ലോറിഡ പ്രവാഹം നേരെ പോയിട്ട് ഈ കാണുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോ ചുറ്റും. ഫ്ലോറിഡ പ്രവാഹം നേരെ പോയിട്ട് ആ കാണുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോ ചുറ്റും. സോ ഗൾഫ് ഓഫ് മെക്സിക്കോ ചുറ്റുമ്പോൾ പിന്നീട് അവൻ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? ഗൾഫ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗൾഫ് സ്ട്രീം എന്ന് അറിയപ്പെടുന്നു. ഗൾഫ് പ്രവാഹം അല്ലെങ്കിൽ ഗൾഫ് സ്ട്രീം എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഗൾഫാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ. അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ ചുറ്റുമ്പോൾ പിന്നീട് അവൻ അറിയപ്പെടുന്ന പേരാണ് ഗൾഫ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. ഗൾഫ് പ്രവാഹം ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഗൾഫിന്റെ മലയാളം ഉപസമുദ്രം എന്നാണ്. സോ ലോകത്തിലെ ഏറ്റവും വലിയ ഉപസമുദ്രമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ.
അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ അവൻ ചുറ്റുമ്പോൾ പിന്നീട് അവൻ അറിയപ്പെടുന്ന പേരാണ് ഗൾഫ് പ്രവാഹമെന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ഗൾഫ് പ്രവാഹമായിട്ട് അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ നിന്നൊരു ശീതജല പ്രവാഹം പതുക്കെ താഴേക്ക് വരും. മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ശീതജല പ്രവാഹം പതുക്കെ താഴേക്ക് വരും. സോ മനസ്സിലാക്കുക, ഈ കാണുന്ന ഈ കടലിൻ്റെ പേരാണ് ലാബ്രഡോർ കടൽ, ലാബ്രഡോർ സീ. അതായത് കാനഡയെ ഗ്രീൻലാൻഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ലാബ്രഡോർ കടൽ. ഈ ലാബ്രഡോർ കടലിലൂടെ വരുന്നത് കൊണ്ട് തന്നെ ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ലാബ്രഡോർ പ്രവാഹമെന്ന് അറിയപ്പെടുന്നു. ഇവൻ ആള് വില്ലനാണ്. ഇവൻ്റെ പ്രധാന പണി എന്ന് വെച്ചാൽ ഈ ആർട്ടിക് റീജിയനിൽ നിന്ന് ഉള്ള ഐസ്ബർഗുകളെ മുഴുവനും എന്ത് ചെയ്യുക, താഴേക്ക് ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവരിക. ആർട്ടിക് റീജിയനിൽ നിന്ന് ഐസുകളെ മൊത്തം താഴേക്ക് ഒരുക്കി കൊണ്ടുവന്ന് കപ്പലൊക്കെ അതിലിടിച്ച് എന്ത് ചെയ്യും, തകരാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതായത് ടൈറ്റാനിക്കൊക്കെ തകരാൻ കാരണമായ ആ ഐസ്ബർഗിനെ ആർട്ടിക്കിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്നവരാനാണ്, അത് ഈ ലാബ്രഡോർ പ്രവാഹമാണ്. അങ്ങനെ താഴെ നിന്ന് നോക്കി ഗൾഫ് പ്രവാഹം പോകുന്നു, മുകളിൽ നിന്ന് ലാബ്രഡോർ പ്രവാഹം വരുന്നു. ഗൾഫ് പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്, ലാബ്രഡോർ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. അല്ലെ, ലാബ്രഡോർ പ്രവാഹം എന്താണ്? ഒരു ശീതജല പ്രവാഹമാണ്. ഒരു ഉഷ്ണജല പ്രവാഹം ഒരു ശീതജല പ്രവാഹം തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഫിഷിംഗ് ഗ്രൗണ്ട് രൂപം കൊള്ളും. അവിടെ എന്ത് രൂപം കൊള്ളും? ഒരു ഫിഷിംഗ് ഗ്രൗണ്ട് രൂപം കൊള്ളും. അങ്ങനെ ഇവിടെ ഒരു ഫിഷിംഗ് ഗ്രൗണ്ട് രൂപം കൊണ്ടു. ഈ രൂപം കൊണ്ട് ഈ ഫിഷിംഗ് ഗ്രൗണ്ടിന്റെ പ്രത്യേകത, ഇവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട്. സോ ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ആരാണ്ടത്? അത് ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഗൾഫ് പ്രവാഹവും ലാബ്രഡോർ പ്രവാഹം തമ്മിൽ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഓക്കെ, ഗ്രാൻഡ് ബാങ്ക്സ്. അപ്പോൾ ഇതിനോട് ചേർന്നാണ് നമ്മുടെ ചാളക്കടലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ ചാളക്കടൽ ആയിക്കോട്ടെ, ഗ്രാൻഡ് ബാങ്ക്സ് ആയിക്കോട്ടെ, ബർമുഡ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഇവിടെയാണ് നമ്മുടെ ബർമുഡ ട്രയാങ്കിൾ ഒക്കെ വരുന്നത്. ഈ ബർമുഡ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ നോർത്ത് അറ്റ്ലാന്റിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ടായ ഗ്രാൻഡ് ബാങ്ക്സ് ഫോം ചെയ്തു. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് ഇവിടെ നിന്ന് ഒരു ശീതജല പ്രവാഹം പതുക്കെ താഴേക്ക് വരും. ഈ വരുന്ന ഈ ശീതജല പ്രവാഹം ഗ്രീൻലാൻഡിൻ്റെ ഈസ്റ്റേൺ റീജിയനിലൂടെയാണ് വരുന്നത്. ഗ്രീൻലാൻഡിൻ്റെ ഈസ്റ്റേൺ റീജിയനിലൂടെ വരുന്നത് കൊണ്ട് തന്നെ ഇവൻ അറിയപ്പെടുന്ന പേരാണ് ഈസ്റ്റ് ഗ്രീൻലാൻഡ് കറണ്ട് എന്ന് അറിയപ്പെടുന്നു. ഈസ്റ്റ് ഗ്രീൻലാൻഡ് പ്രവാഹം, ഈസ്റ്റ് ഗ്രീൻലാൻഡ് കറണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഇവിടെ ഗ്രാൻഡ് ബാങ്ക്സ് എന്നൊരു ഫിഷിംഗ് ഗ്രൗണ്ടിന് രൂപം കൊടുത്തിട്ട് ഈ ഗൾഫ് പ്രവാഹം നേരെ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഗ്രാൻഡ് ബാങ്ക്സിന് രൂപം കൊടുത്തിട്ട് ഗൾഫ് പ്രവാഹം നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ മുകളിലേക്ക് പോകുന്ന ഇവൻ അറ്റ്ലാന്റിക്കിൻ്റെ നോർത്തേൺ റീജിയനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ അറിയപ്പെടുന്ന പേരാണ് നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നു. നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ പോകുന്ന ഈ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം നേരെ പോയിട്ട് നല്ലോണം തണുത്ത് കിടക്കുന്ന ഭൂഖണ്ഡമായ യൂറോപ്പിനെ ചൂടാക്കുന്നു. ഇവൻ നേരെ പോയിട്ട് നല്ലോണം തണുത്ത് കിടക്കുന്ന ഭൂഖണ്ഡമായ യൂറോപ്പിനെ ചൂടാക്കുന്നു. കാര്യം ഇതൊരു ഉഷ്ണജല പ്രവാഹമാണ്. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അവൻ പോയിട്ട് യൂറോപ്പിനെ ചൂടാക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹം, ദ ഓഷ്യൻ കറന്റ് വിച്ച് ഈസ് നോൺ ആസ് ബ്ലാങ്കറ്റ് ഓഫ് യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹം ആരാണ്? അത് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹമാണ്. ക്ലിയർ ആണ്? അല്ലെങ്കിൽ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ ഓപ്ഷനകത്ത് ആര് കാണും? ഗൾഫ് പ്രവാഹം കാണും. അങ്ങനെ യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹമാണ് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അല്ലെങ്കിൽ ഗൾഫ് പ്രവാഹം. ക്ലിയർ ആണ്? നെക്സ്റ്റ് വൺ, ഈ ഗൾഫ് പ്രവാഹം യൂറോപ്പിനെ ചൂടാക്കിയിട്ട് പതുക്കെ കറങ്ങി താഴേക്ക് വരും. പതുക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് താഴേക്ക് വരും. സോ താഴേക്ക് വരുന്ന ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് കാനറീസ് എന്ന് അറിയപ്പെടുന്നു. താഴേക്ക് വരുന്ന ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് കാനറീസ് എന്നൊക്കെ അറിയപ്പെടുന്നു. കാനറീസ്. സോ കാനറീസ് ഒരു ശീതജല പ്രവാഹമാണ്. കാനറീസ് എന്താണ്? ഒരു ശീതജല പ്രവാഹമാണ്. കാനറീസ് വന്നിട്ടൊരു ശീതജല പ്രവാഹമാണ്. നിങ്ങൾ നോക്കുക, ഈ കാണുന്ന ഈ മരുഭൂമിയാണ് നമ്മുടെ സഹാറ ഡെസേർട്ട്. ഈ കാണുന്ന ഈ മരുഭൂമിയാണ് സഹാറ ഡെസേർട്ട്, സഹാറ മരുഭൂമി. അവിടെ നിങ്ങളൊരു പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക, ശീതജല പ്രവാഹങ്ങൾ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു.
ശീതജല പ്രവാഹങ്ങൾ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. സോ ആദ്യം മനസ്സിലാക്കി എന്താണ് മരുഭൂമി എന്ന് വെച്ചാൽ, മരുഭൂമി എന്ന് വെച്ചാൽ വർഷത്തിൽ 25 സെന്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമി എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ മണൽ കാണണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഒരു വർഷത്തിൽ 25 സെന്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ ഇവിടെ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ശീതജല പ്രവാഹങ്ങൾ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. എങ്ങനെ മഴയുണ്ടാകുന്നത്? സൂര്യന്റെ ചൂട് കടൽ വെള്ളത്തെ നീരാവിയാക്കി മാറ്റും. നീരാവിക്ക് വായുവിനേക്കാളും സാന്ദ്രത കുറവാണ്. അപ്പോൾ അതെങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുമായിട്ട് ചേർന്ന് മഴമേഘങ്ങളായിട്ട് മാറും. പിന്നീട് അതാണ് എന്ത് കൊടുക്കുന്നത്? മഴ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് ശീതജല പ്രവാഹങ്ങളാണ്, തണുത്ത വെള്ളമാണ്. സൂര്യൻ തലകുത്തി നിന്നാലും ഈ വെള്ളത്തെ എന്താക്കി മാറ്റാൻ പറ്റത്തില്ല? നീരാവിയാക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ മഴമേഘങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാവത്തില്ല. ആ പ്രദേശം എന്തായിട്ട് മാറും? മരുഭൂമിയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ പോയിന്റ് മറക്കണ്ട, ശീതജല പ്രവാഹങ്ങൾ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. അങ്ങനെയാണെങ്കിൽ സഹാറ മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹം ഏതാണ്? സഹാറ മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹമാണ് കാനറീസ് ആണ്. സഹാറ മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹമാണ് കാനറീസ്. ഓക്കെ, കാനറീസ് ക്ലിയർ ആണ്. സഹാറ മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹമാണ് കാനറീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഈ ദക്ഷിണ മധ്യരേഖ പ്രവാഹം സൗത്ത് അമേരിക്കയിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം താഴേക്ക് വരും. ദക്ഷിണ മധ്യരേഖ പ്രവാഹം സൗത്ത് അമേരിക്കയിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ അവൻ ബ്രസീലിനോട് ചേർന്നാണ് വരുന്നത്. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ബ്രസീലിനോട് ചേർന്നാണ് അവൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അറിയപ്പെടുന്ന പേരാണ് ബ്രസീൽ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ബ്രസീൽ പ്രവാഹം. ഈ പോകുന്ന ഈ ബ്രസീൽ പ്രവാഹം നേരെ താഴേക്ക് വന്നു. ബ്രസീൽ പ്രവാഹം നേരെ താഴേക്ക് വന്ന് ആരുമായി കൂട്ടിമുട്ടും? അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായിട്ട് കൂട്ടിമുട്ടും. ഭൂമിയിലെ ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹമാണ് അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ട്. ഈ അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടി ആ ഡ്രിഫ്റ്റിംഗ് ഫോഴ്സിൽ ഇവൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇവൻ എന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഒന്ന് കറങ്ങി അങ്ങോട്ട് മുകളിലേക്ക് പോകും, ഒന്ന് ഇങ്ങോട്ടും പോകും. നോക്കി, ഞാനൊന്ന് സൂം ചെയ്തേക്കാം. ഒന്ന് ദാ ഇങ്ങനെ കറങ്ങി അങ്ങ് പോകും. രണ്ടാമത്തേതൊന്ന് ഇങ്ങനെ മുകളിലേക്കും പോകും. സോ ദാ ഈ പോകുന്ന ഈ സമുദ്രജല പ്രവാഹത്തിൻ്റെ പേര് വന്നിട്ട് ഇവൻ്റെ പേരാണ് ബെങ്ക്വേല. ഈ പോകുന്ന ഈ സമുദ്രജല പ്രവാഹത്തിൻ്റെ പേരാണ് ബെങ്ക്വേല. ഓക്കെ, ബെങ്ക്വേല. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ദ്വീപുകളാണ് ഫോക്ലാൻഡ് ദ്വീപുകൾ. ഫോക്ലാൻഡ് ദ്വീപുകളോട് ചേർന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ഫോക്ലാൻഡ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. ഫോക്ലാൻഡ് പ്രവാഹം FALK ആണ് കേട്ടോ, ഫോക്ലാൻഡ് പ്രവാഹം. അങ്ങനെ ബ്രസീൽ പ്രവാഹം അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടിയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് ബെങ്ക്വേല പ്രവാഹം, രണ്ട് ഫോക്ലാൻഡ് പ്രവാഹം. ക്ലിയർ ആണ്? ഇവിടെ നോക്കുക, ബെങ്ക്വേല പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ദാ ഈ കാണുന്ന ഈ മരുഭൂമിയാണ് കലഹാരി ഡെസേർട്ട്, നമീബിയയിലെ കലഹാരി മരുഭൂമി. സോ കലഹാരി മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹം ഏതാണ്? ബെങ്ക്വേലയാണ്. കലഹാരി മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹം ബെങ്ക്വേലയാണ്. ഇവിടെ അറ്റക്കാമ മരുഭൂമിയാണ്, സൗത്ത് അമേരിക്കയിലെ അറ്റക്കാമ മരുഭൂമി. ഈ അറ്റക്കാമ മരുഭൂമി രൂപം കൊള്ളാൻ കാരണമായ ശീതജല പ്രവാഹം പെറു പ്രവാഹമാണ്. ഓക്കെ, പെറു പ്രവാഹം. ക്ലിയർ ആണ്? ശീതജല പ്രവാഹങ്ങൾ മരുഭൂമികളുടെ രൂപീകരണത്തിന് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. സോ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളാണ്: ഒന്ന് ഫ്ലോറിഡ പ്രവാഹം, രണ്ട് ഗൾഫ് പ്രവാഹം, മൂന്ന് ലാബ്രഡോർ പ്രവാഹം, നാല് ഈസ്റ്റ് ഗ്രീൻലാൻഡ് പ്രവാഹം അല്ലെങ്കിൽ പൂർവ്വ ഗ്രീൻലാൻഡ് പ്രവാഹം, അഞ്ച് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ആറ് കാനറീസ് ആണ്, ഏഴ് ബ്രസീൽ പ്രവാഹം, എട്ട് ബെങ്ക്വേല പ്രവാഹം, ഒൻപത് ഫോക്ലാൻഡ് പ്രവാഹം. ഇതിനകത്ത് നോക്കുക, ഈ ഫ്ലോറിഡ പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്, കാരണം അവൻ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ഇനി ഗൾഫ് പ്രവാഹം അതും എന്താണ്? ഒരു ഉഷ്ണജല പ്രവാഹമാണ്, ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്ലോറിഡ പ്രവാഹം ഉഷ്ണമാണ്, ഗൾഫ് പ്രവാഹം ഉഷ്ണമാണ്. എന്നാൽ ലാബ്രഡോർ പ്രവാഹം നമ്മൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? അത് ശീതമാണ്, കാര്യം ധ്രുവത്തിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വരുന്നു. ലാബ്രഡോർ പ്രവാഹം ശീതമാണ്. ദെൻ പൂർവ്വ ഗ്രീൻലാൻഡ് പ്രവാഹം വന്നിട്ട് ശീതമാണ്, കാര്യം ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഫ്ലോറിഡ പ്രവാഹം ഉഷ്ണം,
ഗൾഫ് പ്രവാഹം ഉഷ്ണം, ലാബ്രൂർ പ്രവാഹം ശീതം, പൂർവ്വ ഗ്രീൻലാൻഡ് പ്രവാഹം ശീതം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉഷ്ണമാണ്. ഉഷ്ണമായതുകൊണ്ടാണ് അവൻ യൂറോപ്പിനെ ചൂടാക്കുന്നത്. സോ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. കാര്യം മെയിനിലേക്കാണ് പോകുന്നത്, ധ്രുവങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി കാനറീസ് നോക്കുകയാണെങ്കിലോ, കാനറീസ് ശീതമാണ്. കാനറീസ് ശീതജല പ്രവാഹമാണ്, ഭൂമധ്യരേഖയിലേക്ക് വരുന്നു. ഓക്കെ. ഇനി ബ്രസീൽ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ബ്രസീൽ പ്രവാഹം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്കാണ് വരുന്നത്. സോ ബ്രസീൽ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ഫോക്ലാൻഡ് പ്രവാഹം ശീതജല പ്രവാഹമാണ്. കാര്യം ധ്രുവത്തിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് പോകുന്നത്. സോ ഫോക്ലാൻഡ് പ്രവാഹം ശീതജല പ്രവാഹമാണ്. ബെങ്ക്വേല പ്രവാഹം ശീതമാണ്. ബെങ്ക്വേലയും എന്താണ്? ശീതമാണ്. ഓക്കെ. അപ്പോൾ അറ്റ്ലാന്റിക്കിലെ പ്രധാനപ്പെട്ട ഓഷ്യൻ കറൻസ് ആണ് ഒന്ന് ഫ്ലോറിഡ ഉഷ്ണം, ഗൾഫ് പ്രവാഹം ഉഷ്ണം, ദാൻ അത് കഴിഞ്ഞ് ലാബ്രൂർ പ്രവാഹം ശീതം, പൂർവ്വ ഗ്രീൻലാൻഡ് പ്രവാഹം ശീതം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉഷ്ണം, കാനറീസ് ശീതം, ബ്രസീൽ പ്രവാഹം ഉഷ്ണം, ഫോക്ലാൻഡ് പ്രവാഹം ശീതം, ബെങ്ക്വേല പ്രവാഹം ശീതം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത് നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രമാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഈ കാണുന്ന മഡഗാസ്കർ. ഓർത്തിരിക്കുക, അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ ദ്വീപ് ഈ കാണുന്ന ഗ്രീൻലാൻഡ് ആണ്. അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപം ഏതാണ്? ഗ്രീൻലാൻഡ് ആണ്. ഈ ഗ്രീൻലാൻഡ് ഇന്ന് ഡെൻമാർക്കിന്റെ അധീനതയിലാണ് വരുന്നത്. ഇന്ത്യൻ ഓഷ്യനിലെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ. ഓക്കെ. മഡഗാസ്കർ, 8ാമത്തെ വൻകര എന്നൊക്കെ അറിയപ്പെടുന്ന മഡഗാസ്കർ. ഈ മഡഗാസ്കറിനെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്ന ഈ കടലിടുക്ക് അറിയപ്പെടുന്ന പേരാണ് മൊസാംബിക് കടലിടുക്ക് എന്ന് അറിയപ്പെടുന്നു. സോ മഡഗാസ്കറിനെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്ന ഈ കടലിടുക്കാണ് മൊസാംബിക് കടലിടുക്ക്. ഓക്കെ. നോക്കാം. ഫസ്റ്റ് ഈ വരുന്ന ഈ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ഈ പോകുന്ന ഈ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ആഫ്രിക്കയിൽ ടച്ച് ചെയ്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ആഫ്രിക്കയിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്നാമത്തവൻ്റെ പേരാണ് അഗുൽഹാസ് പ്രവാഹം. ഒന്നാമത്തവൻ്റെ പേര് ഇപ്പോൾ കഴിഞ്ഞ LD-ക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത്തവൻ്റെ പേരാണ് അഗുൽഹാസ് പ്രവാഹം. രണ്ടാമത്തേത് മൊസാംബിക് കടലിടുക്കിലൂടെ വരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ പേരാണ് മൊസാംബിക് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. മൊസാംബിക് പ്രവാഹം. ഓക്കെ. അപ്പോൾ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ആഫ്രിക്കയിൽ ടച്ച് ചെയ്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് അഗുൽഹാസ് പ്രവാഹം, രണ്ട് മൊസാംബിക് പ്രവാഹം. ഈ മൊസാംബിക് പ്രവാഹം നേരെ ആരുമായി കൂട്ടിമുട്ടും? അഗുൽഹാസുമായിട്ട് കൂട്ടിമുട്ടും. മൊസാംബിക് പ്രവാഹം നേരെ അഗുൽഹാസുമായിട്ട് കൂട്ടിമുട്ടും. എന്നിട്ട് അഗുൽഹാസ് പ്രവാഹം താഴേക്ക് വന്ന് ആരുമായി കൂട്ടിമുട്ടുന്നു? അഗുൽഹാസ് പ്രവാഹം താഴേക്ക് വന്ന് അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടും. അഗുൽഹാസ് പ്രവാഹം താഴേക്ക് വന്ന് അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ടുമായി കൂട്ടിമുട്ടി ആ ഡ്രിഫ്റ്റിംഗ് ഫോഴ്സിൽ അവൻ ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് പോകും. സോ മുകളിലേക്ക് പോകുന്ന ഇവൻ ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ റീജിയനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അറിയപ്പെടുന്ന പേരാണ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് എന്ന് അറിയപ്പെടുന്നു. വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് അല്ലെങ്കിൽ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. ഓർത്തിരിക്കുക, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം പസഫിക് സമുദ്രത്തിലാണ്. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഇനി നോക്കുക, ഈ ഉത്തര മധ്യരേഖാ പ്രവാഹം ആഫ്രിക്കയിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഭാഗം മുകളിലേക്ക് പോകും. ഇവിടെയും ഉത്തര മധ്യരേഖാ പ്രവാഹം ശ്രീലങ്കയിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഭാഗം മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്ന ഈ രണ്ട് സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് മൺസൂൺ പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. മുകളിലേക്ക് പോകുന്ന ഈ രണ്ട് സമുദ്രജല പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് മൺസൂൺ പ്രവാഹം. സോ പറഞ്ഞേ, അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമുള്ള സമുദ്രജല പ്രവാഹം ഏതാണെന്ന് ചോദിച്ചാൽ അറബിക്കടലിലും ബേ ഓഫ് ബംഗാളിലുമുള്ള ഓഷ്യൻ കറണ്ടാണ് മൺസൂൺ പ്രവാഹം. ഇത്രയുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളാണ്: ഒന്ന് അഗുൽഹാസ് പ്രവാഹം, രണ്ട് മൊസാംബിക് പ്രവാഹം, മൂന്ന് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, നാല് മൺസൂൺ പ്രവാഹം. ഇതിൽ അഗുൽഹാസ് പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. കാര്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വരുന്നു. മൊസാംബിക് പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വരുന്നു.
എന്നാൽ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹമാണെങ്കിലോ അതൊരു ശീതജല പ്രവാഹമാണ്. കാര്യം ധ്രുവത്തിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് പോകുന്നത്. സോ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ് അല്ലെ. ഇനി മൺസൂൺ പ്രവാഹം നോക്കുകയാണെങ്കിൽ മൺസൂൺ പ്രവാഹം എന്താണ്? ഒരു ഉഷ്ണജല പ്രവാഹമാണ്. മൺസൂൺ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. മൺസൂൺ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരേ ഒരു ശീതജല പ്രവാഹം ഏതാണത്? പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹമാണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഭൂമിയിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ വരുന്നത്. അടുത്ത ദക്ഷിണ സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹം അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ടാണ് അല്ലെ. സദേൺ ഓഷനിലെ പ്രധാനപ്പെട്ട ഓഷൻ കറണ്ടാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട്. അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട്. ഓക്കെ, ഇനി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കുക. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഭൂരിഭാഗം ശീതജല പ്രവാഹങ്ങളും കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ശരിയാണോ? ഭൂരിഭാഗം ശീതജല പ്രവാഹങ്ങളും കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആണ്. കാര്യം നോക്കേ, ഇപ്പോൾ ഫസ്റ്റ് കാലിഫോർണിയൻ പ്രവാഹം നോക്കിയാണ്. കാലിഫോർണിയൻ പ്രവാഹം എവിടെയാണ്? നോർത്ത് അമേരിക്കയുടെ പടിഞ്ഞാറാണ്. അത് കഴിഞ്ഞ് പെറു പ്രവാഹം സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറാണ്. കാനറീസ് യൂറോപ്പിൻ്റെ പടിഞ്ഞാറാണ്, ആഫ്രിക്കയുടെ പടിഞ്ഞാറാണ്. ബെങ്കുവെല ആഫ്രിക്കയുടെ പടിഞ്ഞാറാണ്. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറാണ്. സോ ഭൂരിഭാഗം ശീതജല പ്രവാഹങ്ങളും കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെടുന്നത്. ദെൻ ഭൂരിഭാഗം ഉഷ്ണജല പ്രവാഹങ്ങളും കാണപ്പെടുന്നത് വൻകരകളുടെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ഒരിക്കൽ കൂടെ, ഭൂരിഭാഗം ശീതജല പ്രവാഹങ്ങളും കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തും ഭൂരിഭാഗം ഉഷ്ണജല പ്രവാഹങ്ങളും കാണപ്പെടുന്നത് വൻകരകളുടെ കിഴക്ക് ഭാഗത്തുമാണ്. ദെൻ ശീതജല പ്രവാഹങ്ങൾ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരച്ചേ പഠിക്കാവും. അപ്പോൾ ഒരിക്കലും തെറ്റത്തില്ല. മാത്രമല്ല, ഉഷ്ണമാണോ ശീതമാണോ അതൊക്കെ നമുക്ക് കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല. എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് തന്നെ കാണും. ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പിക്കാം. ഇനി ഈ സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആ ഘടകങ്ങളോട് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്: 1 താപനില, അതായത് സമുദ്രത്തിന്റെ താപനില. 2 ലവണത്വമാണ്, സമുദ്രത്തിന്റെ ലവണത്വം, വെള്ളത്തിന്റെ ലവണത്വം. 3 സാന്ദ്രത സ്വാധീനിക്കുന്നുണ്ട്. 4 ഗുരുത്വാകർഷണം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. 5 സമുദ്രത്തിന്റെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്. കാര്യം സമുദ്രത്തിന്റെ അടിയിലും പർവ്വതങ്ങളും ബാക്കിയെല്ലാം ഉണ്ട്. അതിലൊക്കെ തട്ടിയിട്ട് ഇതിന്റെ ഡിറക്ഷൻ മാറാറുണ്ട്. സോ സമുദ്രത്തിന്റെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നു. കാറ്റ് സ്വാധീനിക്കുന്നു. ഭൂമിയുടെ ഭ്രമണം സ്വാധീനിക്കുന്നുണ്ട്. ദെൻ കോറിയോലിസ് എഫക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. കോറിയോലിസ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഇപ്പോൾ ഓഷൻ കറൻസിന്റെ ഒക്കെ ഡിറക്ഷൻ നോക്കുകയാണെങ്കിൽ സഞ്ചാരദിശയുടെ റൈറ്റിലേക്കാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയുടെ ലെഫ്റ്റിലേക്കാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഏത്? കോറിയോലിസ് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ 8 ഫാക്ടറുകളാണ് സമുദ്രജല പ്രവാഹത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഏതൊക്കെയാണ്? താപനില, ലവണത്വം, സാന്ദ്രത, ഗുരുത്വാകർഷണം, സമുദ്രത്തിന്റെ ഭൂപ്രകൃതി, കാറ്റ്, ഭൂമിയുടെ ഭ്രമണം, പിന്നെ കോറിയോലിസ് എഫക്റ്റ്. ഒരു കാര്യം ഒരിക്കലും മറക്കരുത്: ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ സമുദ്രജല പ്രവാഹത്തിന്റെ രൂപീകരണത്തെ എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കുന്നില്ല. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്നും സൂര്യനെ ചുറ്റിക്കറങ്ങുന്നതിനെ നമുക്ക് എന്ത് പറയാം? പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയാം. ഈ റവല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല? സമുദ്രജല പ്രവാഹങ്ങളുടെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഓഷൻ കറൻസിന്റെ പ്രധാന പോയിന്റ്സ്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ കാണാം. ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഫിഗർ അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചാനലിലെ നോട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാര്യം ഇതേപോലെ സൂപ്പർ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ബാക്കിയെല്ലാം, അതായത് പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ കൺഫർമേഷൻ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്, SSCയുടെ നോട്ടിഫിക്കേഷൻ, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ, ദാൻ അത് കഴിഞ്ഞ് ഫുഡ് കോർപ്പറേഷൻ നോട്ടിഫിക്കേഷൻ, LIC, ഹൈക്കോർട്ട്, എല്ലാ നോട്ടിഫിക്കേഷനുമായിട്ടും എല്ലാമായിട്ടും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വർക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിലാണ്. താങ്ക് യു ഓൾ.